രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിൽ സംക്ഷേപ രാമായണമാണ് പറഞ്ഞു വെച്ചത്. ഏറ്റവും ഗുണവാനായിരിക്കുന്ന, എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരാൾ ഈ ലോകത്തിൽ ആര് എന്ന് വാൽമീകി മഹർഷി നാരദനോട് ചോദിക്കുന്നതിന് മറുപടിയായിട്ട് രാമൻ്റെ ഗുണങ്ങളെല്ലാം വർണ്ണിച്ചു. വളരെയേറെ ഗുണങ്ങൾ വർണ്ണിച്ചു. അതിനുശേഷം കഥ ചുരുക്കമായിട്ട് അങ്ങനെയുള്ള രാമനെ പട്ടാഭിഷേകം നിശ്ചയിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കഥ ചുരുക്കമായിട്ട് പറഞ്ഞത്. അപ്പം അതിനുശേഷം ആ വാൽമീകി മഹർഷി എന്തിൻ്റെ എല്ലാമോ ഒരു തുടക്കമാണ് ഈ സംഭാഷണം എന്ന് അദ്ദേഹത്തിന് തോന്നി. തമസാ നദീ തീരത്ത് തപസ് ചെയ്ത് ശിഷ്യന്മാരോടൊത്ത് അങ്ങനെ കഴിയായിരുന്നു. അപ്പോൾ ആ വാൽമീകി ശിഷ്യന്മാരോടൊത്ത് നാരദനെ നല്ലപോലെ പൂജിച്ചു, യാത്രയാക്കി. അങ്ങനെ ആ നദിയിൽ അങ്ങനെ സ്നാനം ചെയ്ത് തൻ്റെ ശിഷ്യനോട് കൂടിയിട്ട് വാൽമീകി അങ്ങനെ നടന്നു പോവുകയാണ്. ഈ കഥ നാരദൻ പറഞ്ഞതായിട്ടുള്ള കഥ മനസ്സിലുണ്ട്. എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അത് പോണില്ല പറഞ്ഞതിന്. ഏതോ ഒരു കാര്യം ചോദിച്ചു പറഞ്ഞു എന്നല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൗഞ്ച പക്ഷികൾ രണ്ടെണ്ണം കൊക്കോട് കൊക്കുരുമ്മി ചിറകോട് ചിറകുരുമ്മി ഒരു കൊമ്പത്തിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഒരു വേടൻ ഒരു അസ്ത്രം കൊണ്ട് ആ ക്രൗഞ്ച മിഥുനത്തിൽ ഒരെണ്ണത്തിനെ എയ്ത് വീഴ്ത്തി. ചോരയിൽ അഭിഷിക്തമായിട്ട് ആ ക്രൗഞ്ചം പക്ഷി താഴ്ത്ത് വീണ് കരയുകയാണ്. ഋഷിക്ക് വല്ലാത്തൊരു കാരുണ്യം തോന്നി. ആൺകിളിയാണ് എഴുതി വീഴ്ത്തിയത്. ഈ പെൺകിളി വളരെ ദയനീയമായിട്ട് കരയാൻ തുടങ്ങി ഇത് കണ്ടിട്ട്. അങ്ങനെ അദ്ദേഹം ആ വേടനെ ശപിക്കുകയാണ്. മാനിഷാദ പ്രതിഷ്ഠാംത്വം അഗമാശാശ്വതീ സമ ഏക്രവഞ്ചം ഇതിനാ ഏകമവതീത് കാമമോഹിതം. ശരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു വരണം, ഈ നിഷാദ കാട്ടാള, നിനക്ക് സ്വസ്തിയില്ലാതെ പോട്ടെ. സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന കിളികളിൽ ഒരെണ്ണത്തിനെ ഏത് വീഴ്ത്തിയത് കാരണം നിനക്കൊരിക്കലും സമാധാനമില്ലാതെ പോട്ടെ എന്നാണ് നമ്മൾ പറയുക. അത് ശരിക്കുള്ള അർത്ഥം അതല്ല എന്നാണ് ചിലർ പറയണത്. ഇങ്ങനെ ഒരു കാവ്യം തുടങ്ങില്ല എന്നാണ്. ആദ്യത്തെ അക്ഷരം വരില്ല. അവിടെ പറഞ്ഞത് മാനിഷാദ പ്രതിഷ്ഠാത്വം അഗമാ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാത്. കാമമോഹിതമായിട്ടുള്ള ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒരെണ്ണത്തിനെ വധിച്ചത് കൊണ്ട് അല്ലയോ രമാനാഥ ലക്ഷ്മീപതേ അങ്ങയ്ക്ക് ശാശ്വത പ്രതിഷ്ഠ ഉണ്ടാവട്ടെ എന്നത്രേ അർത്ഥം. ഏതാണ് കാമമോഹിതമായിട്ടുള്ള ക്രൗഞ്ചമിഥുനം? രാവണനും മണ്ഡോദരി. രാവണ മണ്ഡോദരിമാരിൽ ഒരാളെ വധിച്ചു, രാവണനെ. മറ്റേ മണ്ഡോദരിക്ക് കാമമോഹിത എന്നുള്ള ദോഷമില്ല. മണ്ഡോദരി ശുദ്ധയാണ്, നല്ല ഗുണങ്ങളുള്ള സ്ത്രീയാണ്. അവൾ മണ്ഡോദരിയെ വധിച്ചില്ല. അപ്പോൾ ആ ക്രൗഞ്ചമിഥുനത്തിൽ ഒരെണ്ണത്തിനെ കാമമോഹിതയാണ്. സീതയെ അപഹരിച്ചു എന്ന തെറ്റിന് എന്തു ചെയ്തു? വധിച്ചു. അങ്ങനെയുള്ള രമാനാഥന് ശാശ്വത പ്രതിഷ്ഠ ലഭിക്കട്ടെ എന്നാണ് അർത്ഥം എന്നാണ് ചിലർ പറയണം. മാ നിഷാദ പ്രതിഷ്ഠാത്മകമാ ശാശ്വതീ സമ. അതിനെടുക്കാൻ ശാശ്വതമായിട്ടുള്ള പ്രതിഷ്ഠ രാമനുണ്ടാവട്ടെ, ലക്ഷ്മീനാഥനായിട്ടുള്ള രാമൻ നീണാൾ വാഴട്ടെ എന്നുള്ള അർത്ഥവും അതിന് ഉണ്ട്. എന്തായാലും ആ കിളിയെ ശപിച്ചപ്പോൾ മഹർഷിക്ക് ഒരു സ്വസ്ഥത കിട്ടിയില്ല. ഇതല്ലല്ലോ ഒരു മഹർഷി വേണ്ടത്. എല്ലാവർക്കും സുഖം ഉണ്ടാവാനല്ലേ അനുഗ്രഹിക്കേണ്ടത്. അതിനു പകരം ഒരു കിളിയെ ശപിച്ച് ഒരു വേടനെ ശപിച്ചത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക? വേടൻ്റെ വിവരമില്ലായ്മയാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനത്രേ അറിയുള്ളൂ. അതിനുവേണ്ടി അവനെ ശപിച്ചത് കൊണ്ട് തനിക്ക് വല്ലാത്തൊരു ദുഃഖം മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ശപിച്ചതായിട്ടുള്ള ഈ ഒരു അക്ഷരം ശ്ലോകമായിട്ട് മാറും. നല്ല അക്ഷരങ്ങളും
വൃത്തം മൊത്തൊരു ശ്ലോകമാണ് അങ്ങ് പറഞ്ഞത്. മാ നിഷാദ പ്രതിഷ്ഠാത്ത ഗമാ ശാശ്വതി സമ ക്രൗഞ്ചമിതന ദേഹമവധീർ കാമമോഹിത എന്നത് കേവലം ഒരു ശാപവാക്യമല്ല മഹർഷി, വലിയൊരു കാവ്യം. ആ വൃത്തത്തിൽ രചിക്കുന്നതായാൽ അങ്ങയ്ക്ക് സമാധാനം കിട്ടും. അങ്ങയ്ക്ക് മാത്രമല്ല, അത് വായിക്കുന്നവർക്കൊക്കെ സമാധാനം കിട്ടും. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇത് എൻ്റെയും കൂടി നിശ്ചയമാണ് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. അതുകൊണ്ട് വിഷമിക്കേണ്ട. ആ വേടനെ ശപിച്ചിട്ട് അങ്ങ് വിഷമിക്കേണ്ട. കിളി ഒറ്റപ്പെട്ടതിലും അങ്ങ് വിഷമിക്കേണ്ട. ചിലതിൽ കൂടെയൊക്കെയല്ലേ ചിലത് തുടങ്ങുള്ളൂ. മാത്രമല്ല, അങ്ങ് ഉണ്ടാക്കാൻ പോകുന്ന രാമായണ കാവ്യം ലോകം ഉള്ളിടത്തോളം കീർത്തിക്കപ്പെടും. ഈ ലോകം ഉള്ളിടത്തോളം കീർത്തിക്കപ്പെടും. അത്ര മഹത്വമുണ്ട്. അങ്ങനെയല്ലേ ലോകം ഉള്ളിടത്തോളം കീർത്തിക്കപ്പെടുക? ഏതെങ്കിലും ഒരു പൊട്ടക്കവിത അണച്ചാൽ ലോകം ഉള്ളിടത്തോളം കീർത്തിക്കപ്പെടുമോ? അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം ഉള്ളിടത്തോളം കാലം രാമായണം ഉണ്ടാവും. അതൊരു പ്രവചനമാണ്. ആലോചിച്ച് നോക്കിയാൽ അത്ഭുതമല്ലേ? ഉണ്ടാവുമെന്ന് എങ്ങനെ മുമ്പ് കൂട്ടി പറയുക? ബ്രഹ്മാവിന് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആവും ചെയ്യുന്നുണ്ടല്ലോ. കർക്കിടക മാസമായ രാമായണം എല്ലാവരും എടുക്കണം. ക്രമത്തിൽ മാത്രം പോരാന്നേ ഉള്ളൂ. അത് ലോകമുള്ളിടത്തോളം കാലം കീർത്തിക്കപ്പെടും എന്ന് പറഞ്ഞത് ശരിയായി. ഈ ശിഷ്യൻ അതിനെ പഠിച്ചു. ഭരദ്വാജനാണ്, വാൽമീകിയുടെ ഒരു ശിഷ്യനാണ്. അപ്പം അദ്ദേഹം ആ നീർക്കുടവും എഴുതി അങ്ങനെ ഈ ഗുരുവായിട്ടുള്ള വാൽമീകിയുടെ പിന്നാലെ പോയി. അങ്ങനെ ഈ ഇണക്കിലികളിൽ ഒരെണ്ണം പിരിയുന്നത് ഇതിവൃത്തമാക്കിയിട്ട് എഴുതാൻ പറഞ്ഞു. ബ്രഹ്മാവ് പറയുകയും ചെയ്തു, എൻ്റെയും പത്നിയായിട്ടുള്ള സരസ്വതിയുടെയും സങ്കല്പമാണ് ഈ ശ്ലോകം. സരസ്വതി ബ്രഹ്മാവിൻ്റെ പത്നിയാണ്, പുത്രിയാണ്. സരസ്വതിയാണെന്നെങ്കിലും സരസ്വതിയാണല്ലോ കവിതയായിട്ട് ഇവിടെ വന്നത്, വാക്ക്. അതുകൊണ്ട് രാമചരിതം അങ്ങ് രചിക്കുക. തീർച്ചയായിട്ടും അങ്ങേക്ക് സമാധാനം ഉണ്ടാവും. ലോകമുള്ളിടത്തോളം അത് വാഴ്ത്തപ്പെടുകയും ചെയ്യും. അങ്ങേക്ക് നാരദൻ പറഞ്ഞു തന്ന കഥ, ചുരുക്കി പറഞ്ഞത് കഥയുണ്ടല്ലോ, അതൊന്നും അങ്ങോട്ട് വിസ്തരിക്കുക എന്നും പറഞ്ഞ് ബ്രഹ്മാവ് പോയി ആ 24,000 ശ്ലോകങ്ങളാക്കിയിട്ട് നാരദൻ പറഞ്ഞു കൊടുത്ത കഥ വിസ്തരിച്ചു. അതാണ് വാൽമീകി രാമായണമായിട്ട് 24,000 ശ്ലോകമായിട്ട് മാറി. സമാക്ഷരത്തിൽ 4 വരിയുള്ള ശ്ലോകങ്ങളായിട്ട് രചിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അധികവും വാൽമീകി രാമായണം അനുഷ്ഠുപ്പാണ്. അല്ലാത്ത വൃത്തങ്ങളുണ്ട്, കുറവാണ്. കൂടുതലും അനുഷ്ഠുപ്പാണ്. അതാണ് 4 വരിയുള്ള ശ്ലോകങ്ങളായിട്ട് രചിക്കാൻ പറഞ്ഞത്. അങ്ങനെ കാവ്യം, മധുരമായിട്ടുള്ള അലങ്കാരങ്ങളെ, സമാസം എല്ലാം ചേർത്ത് രചിച്ചു. നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥ വാൽമീകി എന്ത് ചെയ്തു? മനസ്സിലൊന്നങ്ങനെ കണ്ടു. പട്ടാഭിഷേകം നിശ്ചയിക്കുന്ന രാമാവതാരം മുതൽക്ക് ഉള്ള എല്ലാ കഥകളും വീണ്ടും രാമൻ പട്ടാഭിഷിക്തനാവുന്നത് വരെ മുടക്കപ്പെട്ടു എന്നുള്ള കഥകളൊക്കെ കൂടെ പോയി. എല്ലാ കഥയും തിരിച്ച് 2ാമത്തെ പട്ടാഭിഷേകം വരെ, മുടക്കപ്പെട്ട പട്ടാഭിഷേകം മുതൽ വീണ്ടും വന്ന പട്ടാഭിഷേകം, സുഗ്രീവ സഖ്യം, ആ കഥകളെല്ലാം മനസ്സിലിങ്ങനെ സ്മരിച്ചു. എല്ലാ കഥാഭാഗങ്ങളും നേരത്തെ പറഞ്ഞ സംക്ഷേപമായതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ഉത്തരകാണ്ഡം വരേക്കും അവിടുന്ന് അങ്ങോട്ട് സംഭവിക്കുന്നതാണ് ഉത്തരകാണ്ഡം. മനസ്സിൽ സ്മരിച്ച് 24,000 ശ്ലോകമാക്കി മാറ്റി രാമായണ രചന ചെയ്തു. എന്നിട്ട് പിന്നീട് ചിന്തിച്ചു, ആരാണ് ഇതിപ്പോൾ പാടുക? ഉണ്ടാക്കിയ പോരല്ലോ, ഇത് ലോകത്തിൽ പാടണ്ടേ, എല്ലാ ദിക്കിലും വാഴ്ത്തപ്പെടണം ഈ കഥ. അദ്ദേഹത്തിന് തോന്നി നന്നായിട്ടുണ്ട്, പക്ഷെ ആരെ പഠിപ്പിക്കണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ സീത പ്രസവിച്ച 2 കുട്ടികളുണ്ടല്ലേ, ലവകുശന്മാർ. ഇത് കൗതുകമാണ് കാണാൻ. കണ്ടാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് ഉപാഗതോ മിലിത പരസ്പരോപമോ, പരസ്പരം മാറിപ്പോവും. ഇരട്ടകളെ പെട്ടെന്ന് കണ്ടാൽ എല്ലാവർക്കും തിരിച്ചറിയില്ലാവോ? ഏട്ടനെ അറിയാത്ത ആൾക്കാരാ അധികം. ഏതാ പതിലത്തെ ഏട്ടൻ, ഏതാണ് അനിയൻ, 2 പേരിട്ടുണ്ട്. ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ലവകുശന്മാർ അങ്ങനെ സീതയെ കാട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ വാൽമീകിയാണ് സംരക്ഷിച്ചത്. സീതയെ ഉപേക്ഷിക്കുകയാണ് ഒരു ഘട്ടത്തിൽ. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു ഘട്ടം ഉണ്ടായല്ലോ. അലക്കുകാർ പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുള്ള ആ കുട്ടികളെ കണ്ട് പഠിപ്പിക്കുക.
കുട്ടികൾ മിടുക്കന്മാരും ബുദ്ധിയുള്ളവരും ഭഗവാന്റെ പുത്രന്മാരാണ്. പിന്നെ ശരിയല്ലാത്തവരാവോ, നല്ല ബുദ്ധിയുള്ളവരോ മോശക്കാരാവോ? ഒരിക്കലും ആവില്ല. അവരാണ്ട് പഠിച്ചു എന്ന് മാത്രമല്ല, ഈ രാമകഥ, ഈശ്വരകഥ, കൃഷ്ണകഥ അതൊക്കെ നമ്മൾ ലേശം മനസ്സിലാക്കിയാൽ ഒരു സൂക്കടുണ്ട് അത്ര. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ആരോടെങ്കിലുമൊക്കെ പറയണം എന്നൊരു തോന്നലുണ്ടാവും. ഇവർക്കത് പാടാൻ അങ്ങനെ വഴുകി ഇവർക്ക് വിളംബം, മധ്യമം, ധൃതം മുതലായിട്ടുള്ള ആ ശബ്ദത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഏത് രീതിയിൽ പാടിയാലാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുക? അതിനനുസരിച്ചിട്ട് ചില താളങ്ങളും ചില റിഥങ്ങൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, അതൊക്കെ വേണം. അതൊക്കെ ഈ കുട്ടികൾക്ക് ഒത്തു വന്നിരിക്കുന്നു. 7 സ്വരങ്ങളിൽ ഹാസ്യം, ഭയാനകം, വീരം, കരുണം മുതലായിട്ടുള്ള എല്ലാ രസങ്ങളും പറയുമ്പോൾ അതാത് രസങ്ങൾ ഉൾക്കൊണ്ട് പറയുമ്പോൾ ആൾക്കാർക്ക് പ്രത്യേകിച്ച് അത് ആസ്വാദ്യമാവും. ഗന്ധർവന്മാരെ പോലെ ഈ പഠിപ്പിച്ച പാട്ട് വൃത്തിയായിട്ടാണ് പഠിക്കുകയും ചെയ്തു. സുഖമായിട്ടങ്ങനെ പാടാനും തുടങ്ങി. രാമൻ്റെ തനി സ്വരൂപമായിട്ടുള്ള ലവകുശന്മാർ ഈ ഗാനം, ഈ രാമകഥ ഇങ്ങനെ പാടി ഋഷി സദസ്സിൽ എവിടെയൊക്കെ ഋഷിമാരോ കേൾക്കാൻ ആഗ്രഹമുള്ള സത്യന്മാരുണ്ടോ അവിടെയൊക്കെ ഇവർ പോയിട്ടാണ് പാടുകയാണ്. സംഗീതാത്മകമായിട്ടങ്ങനെ പാടി പലവരും സന്തോഷിച്ചു. ഏതാ ഈ കുട്ടികൾ, എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പാടാൻ കഴിയണം? എൻ്റെ ഈശ്വര, നന്നായിരിക്കുന്നു. പലതും അവർക്ക് സമ്മാനിച്ചു. ഇന്നത്തെ പോലെ കറൻസിയും ദക്ഷിണയും ചില്ലറകളും കോയിൻസൊന്നും ഇല്ല എന്നായി. ഒക്കെ പിന്നുണ്ടായതല്ലേ. സ്വർണത്തിൻ്റെ കലശം, മരവുരി, മാന്തോല്, ബ്രഹ്മസൂത്രം, കമണ്ടലു, പീഠം, പിന്നെ കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ചില വടി, കോടാലി, ചില ആയുധങ്ങൾ, കാഷായ വസ്ത്രം, വിറക് കെട്ട്, ഇതൊക്കെ പണ്ട് കൊടുക്കാനുള്ളൂ. എന്താ ചെയ്യുക? ചുരുക്കം ജീവിക്കാനുള്ള അന്ന് വേണ്ട ഉദുംബര പീഠം എന്ന് പറയും. ഒരു നല്ല പീഠം, ഒരു മരമാണ് ഉദുംബര, അതിൻ്റെ പീഠം ഇതൊക്കെ സമ്മാനിച്ചു. കുട്ടികൾക്ക് ദക്ഷിണയായിട്ട് ഇപ്പോൾ അതേ കൊടുക്കാൻ അവരുടെ കയ്യിലുള്ളൂ. പൈസയില്ല, സ്വർണവും ഇല്ല. അങ്ങനെ അവർ കയ്യിലുള്ളത് മുഴുവൻ ഈ കുട്ടികൾക്ക് ദക്ഷിണയായിട്ട് സമർപ്പിച്ചു. ശരകഥ കേട്ടാൽ എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. എന്നിട്ട് രാമകഥ പറഞ്ഞതിൽ നിങ്ങൾക്ക് സ്വസ്തി സമാധാനവും ഉണ്ടാവട്ടെ. തതസ്തു തൗ രാമ വച പ്രചോദിതാവഗായതാം മാർഗവിധാന സംപ്രദാം സചാപിരാമ പരിഷദ്ഗതശനിർ ബഭൂഷയാ സംഗ്രതമനാ ബഭൂവ. അങ്ങനെ ഇവർ എതിർച്ചയാ എവിടെ എത്തിച്ചേർന്നു? രാമൻ്റെ സദസ്സിലെത്തി. രാമൻ്റെ ആ ഒരു സദസ്സിലെത്തിയതോടു കൂടിയിട്ട് അവിടെയും ഇതൊന്ന് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞപ്പോൾ അവർക്ക് പാടാതിരിക്കാൻ പറ്റില്ല. അവർ അവിടെയും പാടി, വൃത്തിയായിട്ട് പാടി. എല്ലാവിധ ആയുസ് വർദ്ധിക്കാനും സർവ്വഗുണങ്ങളും ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞ് അവിടെ ഈ ഗാനം പാടി. രാമന് വളരെയേറെ സന്തോഷമായി. ആരാ അത് പഠിപ്പിച്ചത് നിങ്ങളെയും ചോദിച്ചു. ഇപ്പോൾ വാൽമീകി മഹർഷിയാണെന്ന് പറഞ്ഞു. വാൽമീകിയെ വിളിച്ചു. എന്താണ് ദക്ഷിണ വേണ്ടത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സീതയെ സ്വീകരിക്കണം എന്ന് പറയുന്നതായിട്ടൊക്കെയാണ് ഉത്തരരാമായണത്തിലൂടെ ഇവിടെയൊക്കെ തുടർന്ന് പറയണത്. എന്തായാലും ആ കുട്ടികൾ രാമൻ പറഞ്ഞതനുസരിച്ചിട്ട് ഈ സദസ്സിൽ, അവിടെ ഗംഭീര സദസ്സാണല്ലോ രാമൻ്റെ സദസ്സിൽ, ഈ കഥ പാടി. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ലവകുശന്മാർ പാടി. ആദ്യത്തെ ഘട്ടത്തിൽ നാരദൻ പറഞ്ഞു കൊടുത്തു ബ്രഹ്മാവിന്, നാരദൻ പറഞ്ഞു കൊടുത്തു വാൽമീകിക്ക്. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് ഗ്രന്ഥമാക്കി മാറ്റി രാമൻ്റെ ആ സഭയിൽ ലവകുശന്മാർ പാടി എന്നാണ്. മഹർഷിമാരുടെ സദസ്സിൽ ആദ്യം പാടി, പിന്നെ രാമൻ പറഞ്ഞതനുസരിച്ചിട്ട് ആ സദസ്സിൽ പാടി എന്നും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഒരു ഘട്ടം വരിക. ലവകുശന്മാരിൽ കൂടിയുള്ള രാമായണ ആലാപനം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം നേതസ്ഥ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.